നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്വർണമോ അല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന സ്ഥലമോ അത് വെച്ച് എങ്ങനെ കൂടുതൽ പണമുണ്ടാക്കാമെന്നെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നമ്മുടെ കയ്യിലുള്ള ഈ പരമ്പരാഗത ആസ്തികളെക്കൊണ്ടുതന്നെ എങ്ങനെ നമ്മുടെ സാമ്പത്തിക വളർച്ച കൂട്ടാമെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തുടങ്ങാമല്ലേ? ഇന്ത്യയിൽ നമ്മളിൽ പലർക്കും പാരമ്പര്യമായി കിട്ടിയ വീടും സ്ഥലവുമൊക്കെ ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ സ്വത്തുക്കൾ ശരിക്കും നമുക്കൊരു അനുഗ്രഹമാണോ, അതോ നമ്മുടെ പണം മുഴുവൻ ഒരിടത്ത് കെട്ടിക്കിടക്കുന്ന ഒരു ഭാരമായി മാറുകയാണോ? നമ്മുടെയൊക്കെ ഒരു ശീലമാണ് തലമുറകളായി കിട്ടിയ സ്വത്തും സ്വർണവുമൊക്കെ ഭദ്രമായി സൂക്ഷിക്കുന്നത്. തീർച്ചയായും അതൊരു സുരക്ഷിതത്വം നൽകുന്നുണ്ട്. പക്ഷേ ഇത് അറിയാതെ നമ്മുടെ സാമ്പത്തിക വളർച്ചയെ പിന്നോട്ടു വലിക്കുന്നുണ്ടോ? അതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ ആസ്തികളൊക്കെ വളരെ സേഫാണെന്നാണ് നമ്മുടെയൊക്കെ ഒരു ധാരണ. പക്ഷേ ഇതിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ചില റിസ്കുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്തൊക്കെയാണ് അപകടങ്ങളെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇത് പെട്ടെന്നൊന്നും വിറ്റ് പൈസയാക്കാൻ പറ്റില്ല. ഒരു വീട് വിൽക്കണമെങ്കിൽ അതിന്റെ പുറകെ നടക്കണം, ബ്രോക്കറെ കാണണം, രജിസ്ട്രേഷൻ, ഒരുപാട് സമയമെടുക്കും, നല്ല ചെലവുമുണ്ട്. അതുപോലെ സ്വർണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ വിലയ്ക്ക് വിൽക്കാൻ കിട്ടുമോ? ഇല്ല, പണിക്കൂലിയും ടാക്സുമൊക്കെ പോയി കിട്ടും. ഇനി രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ സമ്പാദ്യം മുഴുവൻ ഒരൊറ്റ കാര്യത്തിൽ കൊണ്ടുപോയിട്ടാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഒന്ന് താഴോട്ടു പോയാൽ മതി, നമ്മുടെ മൊത്തം ആസ്തിയുടെയും വിലയിടിയും. അതാണ് കോൺസെൻട്രേഷൻ റിസ്ക്. മൂന്നാമത്തേത് ഇതിന്റെ ചിലവുകളാണ്. ഈ സ്വത്തൊക്കെ വെറുതെ ഇരുന്നാലും നമുക്ക് ചെലവുണ്ട്. പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കണം, വീടിന് കേടുപാടുകൾ വന്നാൽ അത് തീർക്കണം, സ്വർണമാണെങ്കിൽ സുരക്ഷിതമായ ലോക്കറിൽ വെക്കണം, അതിനും നമ്മൾ കാശു കൊടുക്കണം. ഇനി വേറൊരു സത്യം പറയാം. കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ കണക്കെടുത്ത് നോക്കിയാൽ ഈ ഭൂമിയേക്കാളും സ്വർണത്തേക്കാളുമൊക്കെ കൂടുതൽ വളർച്ച നൽകിയിട്ടുള്ളത് സ്റ്റോക്ക് മാർക്കറ്റ് പോലുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾക്കാണ്. നമ്മുടെ പൈസയൊക്കെ ഈ ഭൂമിയിലും സ്വർണത്തിലുമൊക്കെയായി കെട്ടിക്കിടക്കുമ്പോൾ മാർക്കറ്റിൽ പെട്ടെന്നൊരു നല്ല നിക്ഷേപാവസരം വന്നാൽ എന്തു ചെയ്യും? നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അഞ്ചാമത്തെ പ്രധാന പ്രശ്നം, ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മ. അപ്പോ എന്താണ് ഇതിനൊരു പരിഹാരം? ഈ സ്വത്തൊന്നും വിൽക്കാനും വയ്യ, എന്നാൽ വെറുതെ ഇട്ടിട്ട് കാര്യവുമില്ല. അവിടെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ കിടിലൻ ഐഡിയ വരുന്നത്, മോണിറ്റൈസേഷൻ. എന്താണ് ഈ മോണിറ്റൈസേഷൻ? പേരുകേട്ട് പേടിക്കണ്ട, സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ സ്വത്ത് വിൽക്കാതെ തന്നെ അതിന്റെ മൂല്യം പണമാക്കി മാറ്റുന്ന ഒരു പരിപാടി. അതായത് ഉറങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ ആസ്തിയെക്കൊണ്ട് നിങ്ങൾക്കായി പണിയെടുപ്പിക്കുക. ഇതെങ്ങനെ ചെയ്യാം എന്നല്ലേ? അതിനു പ്രധാനമായിട്ടും 3 വഴികളുണ്ട്. 1, നിങ്ങളുടെ പ്രോപ്പർട്ടി ഈടായി വെച്ച് ലോൺ എടുക്കാം. 2, എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്വർണം പണയം വെക്കാം. മൂന്നാമത്തേത്, റിട്ടയർ ആയവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന റിവേഴ്സ് മോർട്ട്ഗേജ് എന്ന ഓപ്ഷൻ. വെറുതെ തിയറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് ജീവിതത്തിൽ എങ്ങനെയാണ് വർക്ക് ഔട്ട് ആവുന്നതെന്ന് നമുക്ക് ചില ആളുകളുടെ അനുഭവത്തിലൂടെ നോക്കാം. അപ്പോൾ സംഭവം ക്ലിയർ ആവും. നമുക്കാദ്യം രോഹന്റെ കഥ നോക്കാം. രോഹന്റെ ആസ്തിയുടെ 70% പാരമ്പര്യമായി കിട്ടിയ ഒരു കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിരുന്നു. രോഹൻ ചെയ്തത് ഒരു ബുദ്ധിപരമായ നീക്കമാണ്. അദ്ദേഹം ആ ബിൽഡിംഗ് വെച്ച് വെറും 9% പലിശയ്ക്ക് ഒരു 50 ലക്ഷം രൂപ ലോൺ എടുത്തു. ആ പണം എന്തു ചെയ്തു എന്നല്ലേ? ഏകദേശം 13% ആവറേജ് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിൽ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ നോക്കിക്കേ, ലോണിനു കൊടുക്കുന്ന പലിശയേക്കാൾ 4% കൂടുതൽ വരുമാനം ആ പണം ഉണ്ടാക്കാൻ തുടങ്ങി. അതുകൊണ്ടുള്ള ഗുണമെന്താണെന്നോ? വെറും 10 വർഷം കൊണ്ട് ഈ 50 ലക്ഷത്തിന്റെ നിക്ഷേപം വളർന്ന് ഏകദേശം 1.68 കോടി രൂപയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ടില്ലേ? ഒരേ സമയം പ്രോപ്പർട്ടിയും കയ്യിലിരുന്നു, പുതിയൊരു സമ്പാദ്യവും വളർന്നു. ഇനി പ്രിയയുടെ കാര്യം നോക്കാം. അവരുടെ കുടുംബത്തിന്റെ സമ്പാദ്യത്തിൽ 60% സ്വർണ്ണാഭരണങ്ങളായിരുന്നു. അതെല്ലാം വെറുതെ ലോക്കറിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അവർ ആ സ്വർണം പണയം വെച്ചു പണം കണ്ടെത്തി. പ്രിയയുടെ കുടുംബം 8% പലിശയ്ക്ക് ലോൺ എടുത്ത് ആ പണം സ്റ്റോക്കിലും ബോണ്ടിലുമൊക്കെയായി ഡൈവേഴ്സിഫൈ ചെയ്ത് നിക്ഷേപിച്ചു. അതിൽ നിന്ന് ഒരു 12% റിട്ടേൺ കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷ. ഇവിടെയും നോക്കൂ, ലോണിന്റെ പലിശ അടച്ചു കഴിഞ്ഞിട്ടും 3.5% ലാഭം. അതിന്റെ ഫലം അതിലും ഗംഭീരമായിരുന്നു. 15 വർഷം കഴിയുമ്പോൾ ആ 30 ലക്ഷം രൂപയുടെ നിക്ഷേപം 1.64 കോടി രൂപയ്ക്ക് മുകളിലെത്തും. ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ഈ സമയമത്രയും ആ സ്വർണം അവരുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നു. പോരാത്തതിന് അതിന്റെ വിലയും കൂടുന്നുണ്ട്. അപ്പോ ഈ 2 കഥകളിൽ നിന്ന് തന്നെ സംഭവം ഏകദേശം പിടികിട്ടില്ലേ?
ഇത് മാത്രല്ല, മോണിറ്റൈസേഷന് വേറെയും കുറേ ഗുണങ്ങളുണ്ട്. നമുക്കതുകൂടി ഒന്ന് നോക്കാം. ചുരുക്കി പറഞ്ഞാൽ, 1. നമുക്ക് പെട്ടെന്നൊരാവശ്യം വന്നാൽ കയ്യിൽ പണം കിട്ടും. 2. നമ്മുടെ നിക്ഷേപം ഒരിടത്ത് മാത്രമാവാതെ പലയിടത്തായി വിഭജിക്കാൻ പറ്റും. അപ്പോൾ റിസ്ക് കുറയും. പിന്നെ മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ പ്ലാനുകൾ മാറ്റാൻ എളുപ്പമാണ്. ഏറ്റവും പ്രധാനം, കുറഞ്ഞ പലിശയ്ക്ക് പണമെടുത്ത് കൂടുതൽ ആദായമുണ്ടാക്കാൻ സാധിക്കുന്നു എന്നതാണ്. അപ്പോ നമ്മുടെ കുടുംബസ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള വളരെ സ്മാർട്ടായ, ദീർഘവീക്ഷണമുള്ള ഒരു വഴിയാണ് ഈ മോണിറ്റൈസേഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന്, ശർമ്മ എന്നൊരു മുതിർന്ന പൗരൻ റിവേഴ്സ് മോർട്ട്ഗേജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് തന്റെ വീട് വിൽക്കാതെ തന്നെ എല്ലാ മാസം ഒരു വരുമാനമുണ്ടാക്കി. അതും ടാക്സ് ഒന്നുമില്ലാതെ. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ജീവിതം എത്രത്തോളം സുരക്ഷിതമായിരിക്കും? പക്ഷേ ഒരു മിനിറ്റ്, ഇതൊക്കെ കേട്ട് നാളെ തന്നെ പോയി ലോൺ എടുക്കരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ലോണം പ്ലാൻ ചെയ്യണം. സ്വന്തമായിട്ട് ചെയ്യാൻ നിൽക്കരുത്. നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം ഉറപ്പായും തേടണം. അല്ലെങ്കിൽ ഗുണത്തെക്കാളേറെ ദോഷം വരാൻ സാധ്യതയുണ്ട്. അപ്പോ അവസാനമായി ഒരു ചോദ്യം. നിങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആസ്തികളുടെ യഥാർത്ഥ മൂല്യം പുറത്തെടുത്ത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ ഒന്നുകൂടി ശോഭനമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ ചോദ്യത്തോടെ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ.